ഹലോ, അസ്സലാമു അലൈക്കും. മാമ്പഴം അടുത്ത മാമ്പഴക്കാലം വരെ നമുക്ക് എങ്ങനെ തയ്യാറാക്കി സൂക്ഷിച്ചു വയ്ക്കാം എന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രണ്ട് വിധത്തിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഒന്ന് മാമ്പഴക്കാളന് വേണ്ടിയുള്ളതും ഒന്ന് മാമ്പഴ പച്ചടിക്ക് വേണ്ടിയുള്ളതും. ഇതുകൊണ്ട് തന്നെ നമുക്ക് മാമ്പഴ പുളിങ്കറി ഉണ്ടാക്കാം, മാമ്പഴ മോരുകറി ഉണ്ടാക്കാം. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളരിക്കയും കൂടെ അരിഞ്ഞിട്ടാൽ മതി. മാമ്പഴവും ചേർത്ത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാം തയ്യാറാക്കിയാൽ ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ഇത് തയ്യാറാക്കിയിട്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് ഗ്യാസ് അടുപ്പ് വെച്ച് കൊടുത്ത് അതിലേക്ക് ഈ നാട്ടുമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മോളുടെ വീട്ടിൽ നിന്ന് നല്ല പഴുത്ത് അല്ലാതായിപ്പോയി, കുറേയൊക്കെ എടുത്ത് കളഞ്ഞ്. എന്നിട്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് ഈ തൊലിയെല്ലാം ഉരിച്ച് കളഞ്ഞ് ഇതിലേക്ക് ഉരുളിയിലിട്ടത്. എന്നിട്ട് അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ചൂടുവെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. തണുത്ത വെള്ളം ഒഴിക്കണ്ട, ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ എടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് ഈ മീൻ കറിക്കൊരു തവി ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ഇളക്കുന്ന തവിയുണ്ട്, വലിയ തവി, അതിനകത്തേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത്രയും ഉപയോഗിക്കും വേണ്ടി വരത്തില്ല. ഈ തവിയാണ് ഉണ്ടോ, ഈ സ്പൂണും തവി എന്നൊക്കെ ഞങ്ങളുടെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതിനകത്തിട്ട് കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി വെള്ളം കുറവായിട്ട് പിന്നെ ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. നന്നായി വെന്ത് വരണ്ടേ, അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് വേവിക്കുന്നത്. വേവിച്ച് വെള്ളം കംപ്ലീറ്റ് ആ 1/2 കപ്പ് വെള്ളം, അപ്പം 1/2 കപ്പ് ആദ്യം ഒഴിച്ച് 1/2 കപ്പ് രണ്ടാമത് ഒഴിച്ച്, അപ്പോൾ 1 കപ്പ് വെള്ളം. ഈ 1 കപ്പ് വെള്ളത്തിൽ ഇതിനകത്തുള്ള ചാറും ഉണ്ടല്ലോ, അപ്പോൾ നന്നായി വെന്ത് കിട്ടും. ഈ കംപ്ലീറ്റ് വെള്ളം പോയി കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഞാൻ ഇത് റെഡിയാക്കി എടുക്കുന്നത്. കണ്ടോ, ഇത് ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. തിളച്ച് നന്നായി വെള്ളം വറ്റും. എന്നാൽ നല്ല ഇതാണ്. ഈ നാട്ടുമാങ്ങയില്ലേ, നല്ല ടേസ്റ്റിൽ നമുക്ക് നമ്മൾ ഉറിഞ്ചി എന്നൊക്കെ പറയുന്നത് കഴിക്കാൻ. അത് എത്ര കഴിക്കാൻ പറ്റും, ഒരുപാടൊക്കെ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം കുറേ കഴിച്ച് ഞാൻ വിചാരിച്ചു ഇനി ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ഈ ഐഡിയ കിട്ടി. ലാസ്റ്റ് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് തണുത്തിട്ട് ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. കണ്ടോ, ഒരു സ്റ്റീൽ പാത്രത്തിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ല. വലിയ പാത്രം ഉണ്ടല്ലോ, സ്റ്റീൽ പാത്രം, ഇതിലാകുമ്പോൾ കുറേ നാളിരിക്കും, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ. ഇത് കണ്ടോ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടിക്ക് വേണ്ടിയുള്ളതും കൂടെ ഞാൻ തയ്യാറാക്കി കാണിച്ചു തരാമെന്ന് കേട്ടോ. ഇതിൽ മധുരം ഒന്നും ചേർക്കുന്നില്ല, ഇതിലുള്ള മധുരം മാത്രമേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. നല്ല ടേസ്റ്റ്, അല്ലാതെ തന്നെ ചോറ് കൊണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ പാത്രത്തിനകത്താക്കി തണുത്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇനി തൊലിയോടെ വേണം മാമ്പഴ പച്ചടിക്ക് എടുക്കേണ്ടത്. അത് നന്നായി ഞാൻ കഴുകിയെടുത്തിട്ട് മുറിച്ച് മാറ്റാൻ വലിയ പടം, മുറിച്ച് എടുക്കുമ്പോൾ ചളിഞ്ഞ് അങ്ങ് വല്ലാതായി പോകുന്നു. അതിലേക്ക് ഇതേപോലെ ഞാൻ മുളക് പൊടി ആ തവിക്കകത്ത് വലിയ തവി മുളക് പൊടി ഇട്ട് കൊടുത്തതിന് അല്പം എരിവ് കൂടിയാലും കുഴപ്പമില്ല. ഇതിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഉപ്പ് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായി വേവിച്ചെടുക്കുക. കണ്ടോ, ഇതെല്ലാം ഞാൻ മീഡിയം അല്ല ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നിൽക്കുകയില്ലേ ഞാൻ. എന്നിട്ട് 1/2 കിലോ ശർക്കര ഞാൻ പാനിയാക്കിയിട്ട് ആ പാനിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ വെള്ളം നമ്മൾ കംപ്ലീറ്റ് വറ്റിച്ച് കളയണ്ട, ഇതിരിക്കട്ടെ. നമുക്ക് കറിയാക്കുമ്പോഴും വേണമല്ലോ ശർക്കരയുടെ ഇത്. പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്ന് നമുക്ക് പെട്ടെന്ന് ഇതെടുത്ത് തയ്യാറാക്കി വയ്ക്കാം. പിന്നെ നമുക്ക് എങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്പം മാങ്ങയുടെ പുളിശ്ശേരി കഴിക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മാങ്ങ പച്ചടി കഴിക്കണം, അല്ലെങ്കിൽ മാങ്ങയുടെ എന്താ പറയുക മാമ്പഴക്കാളം കഴിക്കണം എന്നൊക്കെ തോന്നിയാൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ പോരെ. ഇത് എപ്പോഴും നാട്ടുമാങ്ങ കിട്ടത്തില്ല, ഏത് മാങ്ങയിലും തയ്യാറാക്കാവുന്നതാണ്. ഇതിപ്പോൾ എനിക്ക് നാട്ടുമാങ്ങ കിട്ടിയോണ്ട് ഞാൻ ഇതിൽ തയ്യാറാക്കി വെച്ചതാണ്. കണ്ടോ, ഇതാണ് സംഭവം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ലൈക്കും കമൻറ്റും മറക്കണ്ട കേട്ടോ കൂട്ടുകാരെ. പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.